ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഒരു ഈസി പീസ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മുഴുവനും കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് വൈറ്റ് പീസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വൈറ്റ് പീസോ ഗ്രീൻ പീസോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. തലേന്ന് രാത്രി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച പീസ് രാവിലെ സ്ട്രെയിൻ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ 7-8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച പീസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുക്കറിലേക്ക് 1 കപ്പ് പീസ് ചേർത്ത് കൊടുക്കുക. അതിനോട് കൂടെ തന്നെ 1 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 10 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള കറിവേപ്പില, 1 തക്കാളി അരിഞ്ഞത്, അതിനോട് കൂടെ 1 മീഡിയം സൈസ്ഡ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാന്താരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ കാന്താരി ഉള്ളതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തത്. നിർബന്ധമില്ല, പച്ചമുളക് കയ്യിലുള്ളവർ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ റെസിപ്പിയിൽ ഈ 2 പൊടികൾ മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഉരുളക്കിഴങ്ങും പീസും ഒക്കെ ആയതുകൊണ്ട് നന്നായിട്ട് ഈ കറി തിക്കാവും. അതുകൊണ്ട് കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇത് നെകയ്ക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ കറി അല്പം പീസൊക്കെ അല്പം ഉടഞ്ഞാണ് പ്രിഫർ ചെയ്യുന്നത്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് എടുക്കാം. ഞാനങ്ങനെ ഉടഞ്ഞ് പ്രിഫർ ചെയ്യുന്നത് കൊണ്ട് കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും പിന്നീട് മീഡിയം ഫ്ലെയിം ആക്കി 10 മിനിറ്റുമാണ് ഞാൻ വെക്കുന്നത്. അത്രയും ഉടഞ്ഞു പോകണ്ട എന്നുള്ളവർക്ക് ഒരു 8 മിനിറ്റ് വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മുടെ വിസിൽ വന്ന് 10 മിനിറ്റ് കഴിഞ്ഞ് പ്രഷറൊക്കെ പോയിട്ട് ഓപ്പൺ ചെയ്തതാണ്. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് ഉടഞ്ഞാണ് ഇതിരിക്കുന്നത്, കണ്ടാൽ തന്നെ മനസ്സിലാകും. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുവറുത്ത് ഒഴിച്ചാൽ കൂടെ മാത്രം മതി. കടുവറുത്തൊഴിക്കാൻ വേണ്ടി നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം. ചൂടായ പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കൊച്ചുള്ളി ഉള്ളവർ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് കൊച്ചുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കാഞ്ഞത്. ഇനി നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമ്മുടെ ഈസി പീസ് കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എന്നാൽ വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കുക. അപ്പവും ചപ്പാത്തിയും എന്തിൻ്റെ കൂടെയാണെങ്കിലും ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്